പ്രണയക്കെണികൾക്കെതിരെ പ്രതികരിച്ചാൽ അവരെ കേരള സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി ഇല്ലായ്മ ചെയ്യുവാൻ ചില പ്രത്യേക താല്പര്യക്കാർ ഉൾക്കൊള്ളുന്ന സമൂഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം ആസൂത്രിതമായ നീക്കങ്ങളാണ്. എന്നാൽ ലവ് ജിഹാദ് എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഇത്തരം പ്രണയക്കെണികളിലെ സത്യങ്ങൾ ആരെങ്കിലും കേരള സമൂഹത്തിൽ പറഞ്ഞാൽ അവരെ ഒറ്റപ്പെടുത്തി യാഥാർത്ഥ്യത്തെ തമസ്കരിക്കാനുള്ള രാഷ്ട്രീയ മാധ്യമ അജണ്ടകളെ കൃത്യമായി പ്രതിരോധിക്കാൻ കേരള സഭ ഒന്നിച്ചു തന്നെ രംഗത്ത് വരുന്നതിന് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. PC ജോർജ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ വസ്തുതാപരമാണെന്നും അത്തരത്തിലുള്ള നീക്കങ്ങൾ സമൂഹത്തിൽ ശക്തമായി നടക്കുന്നുവെന്നും ഉറപ്പുള്ള കേരളത്തിലെ ക്രൈസ്തവ സഭകൾ പാലായിൽ PC ജോർജ് നടത്തിയ പരാമർശത്തിൽ അദ്ദേഹത്തെ കടന്നാക്രമിച്ച് ഒറ്റപ്പെടുത്താനുള്ള നീക്കത്തെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ടും PC പറഞ്ഞ വിഷയത്തിൽ പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. കേരള സംസ്ഥാനത്ത് ചിലരുടെ നിക്ഷിപ്ത താല്പര്യങ്ങളോടെ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ലഹരി വിപത്തിനെതിരെ KCBC മദ്യവിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പാലായിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ PC ജോർജ് പ്രസ്താവിച്ച കാര്യങ്ങൾ വിഭാഗീയത ഉളവാക്കുന്നതാണെന്ന് കാട്ടിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും മറ്റു ചില സംഘടനകളും പരാതിയുമായി രംഗത്തെത്തിയത്. അതിന് പിന്നാലെ PC പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ അതിശക്തമായ നീക്കങ്ങളാണ് സമൂഹത്തിന്റെ ചില കോണുകളിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മാരക ലഹരിയുടെ വിപത്തിനെക്കുറിച്ചും പ്രണയക്കെണികളെക്കുറിച്ചും അങ്ങേയറ്റം ഭീകര പ്രവർത്തനങ്ങളെക്കുറിച്ചും PC ജോർജ് പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങളാണെന്ന് വ്യക്തമാക്കിയ സീറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ഈ വിഷയങ്ങളിൽ ഇരകളുടെ സ്വകാര്യത ഉറപ്പാക്കിക്കൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ നടമാടിയ ലഹരിയുടെയും പ്രണയക്കെണികളുടെയും ആന്തരിക യാഥാർത്ഥ്യങ്ങളെ അനാവരണം ചെയ്തുകൊണ്ട് കേരള സ്റ്റോറി എന്ന സിനിമ പുറത്തിറങ്ങിയപ്പോൾ അത് സമഗ്രമായ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നതിന് പകരം വികാരപരമായ ഒച്ചപ്പാടുകളുടെ പുകമറ തീർത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ശിഥിലമാക്കാൻ ചിലർ നടത്തിയ അതേ തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ അക്കൂട്ടർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉത്തമമായ ബോധ്യത്തിന്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ലഹരി വ്യാപനത്തെക്കുറിച്ചും പ്രണയക്കെണികളെക്കുറിച്ചും ഭീകര പ്രവർത്തനങ്ങളെക്കുറിച്ചും സഭ ബോധവൽക്കരണം നടത്തുന്നത്. എന്നാൽ അതിന്മേൽ മതപരമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കാനും വിവാദങ്ങൾ സൃഷ്ടിക്കാനുമുള്ള അപലപനീയമായ നീക്കങ്ങളാണ് ചിലർ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തെ തരിപ്പണമാക്കുന്ന തരത്തിലാണ് ലഹരി ഉപയോഗത്തിന്റെയും അതുളവാക്കുന്ന പ്രതിസന്ധികളെയും കുറിച്ചുള്ള വാർത്തകൾ ദിവസേന പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രണയക്കെണിയിലൂടെ ചതിക്കപ്പെടുന്ന പെൺകുട്ടികളിൽ പലരും ഇത്തരത്തിൽ ട്രാപ്പ് ചെയ്യപ്പെടുന്നവർ തന്നെയാണ് എന്നുള്ള വിവരങ്ങളും ദിവസേന പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെ വടക്കാഞ്ചേരിക്കാരനായ ഷഹബാസ് എന്ന ചെറുപ്പക്കാരൻ ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തിയതും ആയുധനെ ഊട്ടിയുറപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. എല്ലാറ്റിലും ഉപരിയായി സംസ്ഥാനത്ത് ചില പ്രത്യേക സ്ഥലങ്ങളിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും ആയുധ ശേഖരങ്ങളും കണ്ടെത്തുന്ന സ്ഥിതിയും അങ്ങേയറ്റം ഭീകരമായ അന്തരീക്ഷം തന്നെയാണ് ഉളവാക്കിയിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ചിലരുടെ നിഗൂഢ തീവ്രവാദ അജണ്ടകൾ പുറത്തു വരേണ്ടത് തന്നെയാണ്. മതത്തെ രാഷ്ട്രീയത്തിലേക്ക് കലർത്തിക്കൊണ്ട് സമൂഹത്തിൽ കടുത്ത ചിദ്രിപ്പും ഭിന്നതയും ഉണ്ടാക്കി ഇന്ത്യൻ ജനാധിപത്യത്തെ ശിഥിലമാക്കുവാനും അതിൻ്റെ അന്തസ്സത്ത നശിപ്പിക്കുവാനുമായി ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം നിഗൂഢമായ നീക്കങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ പൗരന്മാർ രംഗത്ത് വന്നാൽ മാത്രമേ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയും പൗരന്മാരുടെ സമാധാനപരമായ ജീവിതത്തെയും ഉറപ്പാക്കുവാൻ കഴിയുകയുള്ളൂ. PCയെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിലെ ക്രൈസ്തവ സഭകൾ നടത്തുന്ന നീക്കങ്ങൾക്ക് ഇപ്പോൾ പൊതുസമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്ന് ശക്തമായ പിന്തുണകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സത്യം ആരുടെയെങ്കിലും നാവിലൂടെ പുറത്തു വരുമ്പോൾ പണ്ടേ പോലെ കുരച്ചാൽ ക്രൈസ്തവ സഭകൾ അടങ്ങിയിരിക്കില്ല എന്ന് കുരയ്ക്കുന്നവർ ഓർത്താൽ നന്ന്. അവരുടെ പ്രിയപ്പെട്ടവർ ഒരുപറ്റം തീവ്രവാദികളാൽ നശിപ്പിക്കപ്പെടുന്നത് തുടർ പരമ്പരകളാകുമ്പോൾ അവർ കയ്യും കെട്ടിയിരിക്കണമെന്നാണോ ഇക്കൂട്ടർ വിചാരിക്കുന്നത്?